നമസ്കാരം. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യലിന് ഹാജരായി. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൌസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇന്നലെ വൈകിട്ട് 4 മണി വരെയാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. കേസിൽ നേരത്തെ തന്നെ രാഹുലിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതാണ്. അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ നെഞ്ച് വിരിച്ചു തന്നെ നിൽക്കുമെന്ന കൃത്യമായ നിലപാട് അറിയിച്ചുകൊണ്ടാണ് രാഹുൽ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് നടന്നു കയറിയത്. തല കുനിക്കാനല്ല, മറിച്ച് ആരോപണങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങൾ പൊളിച്ചെടുക്കാനാണ് രാഹുലിന്റെ നീക്കം. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബിന്റെ പടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറുമ്പോൾ അത് വെറും ഒരു ഹാജരാകൽ മാത്രമല്ല, രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് നിയമം കൊണ്ട് തന്നെ മറുപടി നൽകാനുള്ള ചങ്കൂറ്റത്തിന്റെ തുടക്കം കൂടിയാണത്. ആദ്യ കേസിൽ ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് രാഹുലിന്റെ ആത്മവിശ്വാസമാണ് വ്യക്തമാക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി പീഡന പരാതികൾ കെട്ടിച്ചമച്ച് അപൂർവമായ വേഗതയിൽ രഹസ്യമൊഴികൾ രേഖപ്പെടുത്തി ഒരു ജനപ്രതിനിധിയെ കുടുക്കാൻ നോക്കുന്നവർക്ക് ഇനി സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്ന ചോദ്യം ഉയർത്തുകയാണ് കേരള ജനത. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഉഭയകക്ഷി ബന്ധം എന്ന് തെളിയിക്കാനാണ് രാഹുലിന്റെ ശ്രമം. അത് തെളിയിക്കാനുള്ള ചാറ്റുകളടക്കം രാഹുൽ അന്വേഷണ സംഘത്തിന് കൈമാറി. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ തന്നെ അതിജീവിത കൈമാറിയിട്ടുണ്ട്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നതാണ് പ്രധാനമായ പരാതി. വാട്സ്ആപ്പ് ചാറ്റ് വീണ്ടെടുക്കാനുള്ള ശ്രമവുമുണ്ട്. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് പീഡനം നടത്തി എന്നാണ് ആരോപണം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ സമയം കഴിഞ്ഞതിനാൽ തെളിവെടുപ്പ് നടത്താനായില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് തെളിവെടുപ്പ് ബാക്കി പൂർത്തീകരിക്കും. ഇന്ന് ഏത് തരത്തിലായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന നടത്തുമെന്നറിഞ്ഞ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഏരിയ വളഞ്ഞിരുന്നു. ഇന്ന് ഏത് തരത്തിലാണ് അവരുടെ നീക്കം എന്നത് ചോദ്യചിഹ്നമാണ്. രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ് രാഹുലിനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് രാഹുൽ ഹാജരാകേണ്ടി വരും. രഹസ്യമായി തന്നെ രാഹുലിനെ തെളിവെടുപ്പിന് എത്തിക്കും. പുറത്തു വന്ന ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന 3 ലൈംഗിക അതിക്രമ കേസുകളിൽ ആദ്യത്തേതിൽ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടുകൂടി തന്നെ നിലവിലുള്ള എല്ലാ കേസുകളിലും അറസ്റ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം. കർശന ഉപാധികൾ തന്നെയാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കുമ്പോൾ നൽകിയിരിക്കുന്നത്. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നിങ്ങനെ ഉപാധികളോട് കൂടിയായിരുന്നു ജാമ്യം. തിങ്കൾ മുതൽ തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എല്ലാ 2ാം ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഗർഭചിത്രം നടത്തിയത് മാങ്കൂട്ടത്തിലെ സമ്മർദ്ദം മൂലമാണ് എന്ന വാദം വിചാരണ വേളയിൽ തന്നെ തെളിയേണ്ടതാണ് എന്നും കോടതി വ്യക്തമാക്കി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ്. പ്രതിക്ക് ജാമ്യം നൽകുന്നത് തന്റെ ജീവന് ഭീഷണിയാണ് എന്നും സമാനമായ രീതിയിൽ മറ്റു പെൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ആരോപണങ്ങൾ ബലാത്സംഗ കേസ് സ്ഥാപിക്കുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളം വിട്ടു പോകരുത് എന്നും പാസ്പോർട്ടും മൊബൈൽ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം എന്നുമുള്ള കർശന വ്യവസ്ഥകൾ ഉൾപ്പെടെ മുൻകൂർ ജാമ്യത്തിന് കോടതി കർശന ഉപാധികൾ ഏർപ്പെടുത്തി. അതേസമയം പരാതിക്കാരിയെ ബന്ധപ്പെടുന്നതിനോ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനോ കർശനമായ വിലക്ക് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് പാലക്കാട് MLA സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇളവ് അനുവദിക്കുകയും ചെയ്തു. 3 കേസുകളിൽ 2 എണ്ണത്തിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ കഴിഞ്ഞുവെങ്കിലും 3ാമത്തെ കേസിൽ അറസ്റ്റിലായ രാഹുൽ 2 ആഴ്ചയിലധികം കസ്റ്റഡിയിൽ കഴിയുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു രാഹുലിനെ പാർപ്പിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന 3ാം ബലാത്സംഗ പരാതിയിൽ ജനുവരി 14-നാണ് രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ വെച്ച് അർദ്ധരാത്രിയിലായിരുന്നു അറസ്റ്റ്. പിന്നാലെ രാഹുലിനെ റിമാൻഡിൽ വിടുകയും ശേഷം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. പ്രതിയും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. രാഹുലിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ ഇതുവരേക്കും പരാതിക്കാരി നേരിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടില്ല എന്നും രഹസ്യമൊഴിയോ വൈദ്യപരിശോധനയോ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരായ പരാതിയിലുള്ളത്. എന്നാൽ പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നത് എന്നായിരുന്നു രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചത്. എല്ലാ കാലവും താൻ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് താൻ ഒരിക്കലും നൽകിയിരുന്നില്ല എന്നും രാഹുൽ ഇന്ന് വ്യക്തമാക്കി.